പാവം മനീഷ് ജയിലിലായത് തൊട്ട് ബിഗ് ബോസിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്ത് യോഗ്യതയുണ്ടായിട്ടാണ് ഇവർ എന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്? ടാസ്കിൽ നന്നായി കളിച്ച് 2ാം പൊസിഷനിലെത്തിയ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ എന്തിനാണ് ഇവർ എല്ലാവരും കൂടി എന്നെ ജയിലിലേക്ക് ഇട്ടിരിക്കുന്നത്? ജയിലിലാകാൻ അർഹതപ്പെട്ട എത്രയോ പേരാണ് പുറത്തു നിൽക്കുന്നത്. ടാസ്ക് മര്യാദയ്ക്ക് കളിക്കാത്തവരും ടാസ്കിൽ കള്ളത്തരം കാണിച്ചവരും പുറത്തു നിൽക്കുമ്പോൾ നന്നായി കളിച്ച എന്നെ ഇവർ എന്തിനാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്? നോമിനേറ്റ് ചെയ്യുവാൻ ഇവർ പറഞ്ഞ കാര്യം ആര്യൻ്റെ കള്ളത്തരങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ആ കള്ളത്തരം പറഞ്ഞത് ഞാനല്ലല്ലോ, ബിഗ് ബോസ് അല്ലേ? എന്നിട്ടും അവർ എന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഇവർ തുടർച്ചയായി എന്നെ തന്നെ ജയിലിലേക്ക് പറഞ്ഞയപ്പിക്കുന്നതെന്ന്. ഇത് ഇപ്പോൾ 5ാം തവണയാണ് ഞാൻ ജയിലിലേക്ക് വരുന്നത്. ആദ്യത്തെ ജയിലിൽ വന്നപ്പോൾ കുറച്ച് സമയത്തിന് ശേഷമായിരുന്നു പിന്നീടുള്ള ജയിൽവാസം ഉണ്ടായിരുന്നത്. എന്നാൽ തുടരെ ഇതിപ്പോൾ 4ാമത്തെ ആഴ്ചയാണ് ഞാൻ ജയിലിലാകുന്നത്. ഇത് എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ബിഗ് ബോസ്. ഇത്തവണ ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ആകെ ബ്ലാങ്കാണ് എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. വീക്ക്ലി ടാസ്കിൽ നന്നായി മത്സരിച്ച ഞാൻ ജയിലിലും വീക്ക്ലി ടാസ്കിൽ കള്ളത്തരം കാണിച്ച ആര്യനെ ക്യാപ്റ്റൻസി മത്സരാർത്ഥിയാക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് എന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്തവണത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുവാൻ എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടാണ് എല്ലാവരും ചേർന്ന് എന്നെ ജയിലിലാക്കിയിരിക്കുന്നത്. ബിഗ് ബോസ് ഇനിയെങ്കിലും ഒന്ന് പറയൂ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ആര്യൻ്റെ കള്ളത്തരങ്ങൾ പറഞ്ഞതാണോ അതോ ബാത്റൂമിൽ വൃത്തിയില്ലാത്തത് ചൂണ്ടിക്കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്തിനാണ് എല്ലാവരും കൂടി എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അനീഷ് ബിഗ് ബോസിനോട് ജയിലിൽ കയറിയത് മുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ടാസ്കിനിടയിൽ ഒരുപാട് പരിക്കുകൾ അനീഷിന്റെ കയ്യിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കയ്യിലെ മുറിവുകൾ പോലും ഒന്നും ഉണങ്ങിയിട്ടില്ല, ഞാൻ നന്നായി ടാസ്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ടും എൻ്റെ അവസ്ഥ ഇതാണ് എന്നെല്ലാമുള്ള പരിഭവങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.